ക്യാമറ ലൈവ് വ്യൂ മോഡിൽ ഷൂട്ട് ചെയ്യുന്നതാണോ അതോ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇത് ഷൂട്ട് ചെയ്യുന്നത് ചില സിറ്റുവേഷനിൽ നമുക്ക് വ്യൂ ഫൈൻഡറിൽ നോക്കാനൊന്നും പറ്റില്ല. കാരണം നല്ല ഹൈറ്റിൽ പൊക്കിയിട്ട് ഫോട്ടോ എടുക്കേണ്ട സമയത്തൊക്കെ നമ്മൾ LCD നോക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. അതായത് ഫോക്കസിൽ തന്നെ, ഓട്ടോ ഫോക്കസിൽ, ഞാൻ പറഞ്ഞ ഓട്ടോ ഫോക്കസിൽ തന്നെ ആക്റ്റീവ് ഫോക്കസും പാസീവ് ഫോക്കസും ഉണ്ട്. ഓട്ടോ ഫോക്കസിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ഉണ്ട്. അതായത് നമ്മൾ ലൈവ് വ്യൂ ഇട്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ മോഡിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ LCD നോക്കി ടച്ച് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവായിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ്. അതിൽ ഈ പാസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പാസീവ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് മെഷറിങ് ടൈപ്പ് ഒന്നുമില്ല. അത് കോൺട്രാസ്റ്റ് ഡിറ്റക്റ്റ് എന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഫോക്കസ് ടച്ച് ചെയ്തു, എക്സാമ്പിൾ ഇപ്പോൾ ടച്ച് ഉള്ള ഒരുപാട് ക്യാമറകളുണ്ട്, ആ ഭാഗത്ത് ടച്ച് ചെയ്താൽ ആ ടച്ച് ചെയ്ത അപ്പോൾ തൊട്ട് ലെൻസിൻ്റെ റിങ് തിരിഞ്ഞു തുടങ്ങും. എന്നിട്ട് നിങ്ങൾ തൊട്ട ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സംഭവങ്ങൾ, ഒരു ഒബ്ജക്റ്റ് ഷാർപ്പായി കണ്ടു കഴിഞ്ഞാൽ ലെൻസ് അവിടെ ഒന്ന് സ്റ്റോപ്പായിട്ട് കുറച്ചുകൂടെ പുറകിലോട്ട് വന്നിട്ട് ഫോക്കസ് കറക്റ്റാക്കി തരും. ഇതിനൊരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പാസീവ് ഓട്ടോ ഫോക്കസ്. അതേ സമയത്ത് നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് ഫോക്കസിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസർ ഉണ്ട്. നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന കുത്തുകളില്ലേ, അത് ഓരോന്നും ഓരോരോ സെൻസറിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓട്ടോ ഫോക്കസിൻ്റെ ആ പോയിന്റിൽ നിങ്ങൾ ഫോക്കസ് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട്, ഇത് സെൻസറിനെ ഒന്നും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റേതായ സെൻസറുണ്ട്, ഓട്ടോ ഫോക്കസ് സെൻസറുകളുണ്ട്. അപ്പോൾ അത് വളരെ ആക്യുറേറ്റ്, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ അത് നിങ്ങൾക്ക് ഫോക്കസ് കറക്റ്റാക്കി തരും. ഓക്കെ. പിന്നെ ഈ പാസീവ് ഫോക്കസിൽ നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ, ഫേസ് ട്രാക്കിങ്, ഒബ്ജക്റ്റ് ട്രാക്കിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യാൻ, അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പാസീവ്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവേ സ്ലോ ഫോക്കസ് തന്നെയാണ് ഉപയോഗിക്കുക, വളരെ ഫാസ്റ്റ് ഫോക്കസ് ഉപയോഗിക്കില്ല. കാരണം ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് മറ്റതിലേക്ക് വളരെ സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് അവിടെ പാസീവ് ഓട്ടോ ഫോക്കസ് ഓക്കെയാണ്. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ LCD ഒക്കെ ഓണാക്കി ടച്ച് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ആ വൈൽഡ് ലൈഫ് എന്താണ്, ആനിമൽ എന്തായി കഴിഞ്ഞാലും അത് അതിൻ്റെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും സ്ലോ ആയിട്ടാണ് ഇത് ഫോക്കസ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഫോക്കസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം.